അയോധ്യയുടെ ശാന്തമായ നഗരത്തിൽ ധർമ്മത്തിന്റെ കഥ വീണ്ടും ആരംഭിക്കുകയായിരുന്നു. വർഷങ്ങളായി ക്ഷേത്രത്തിലെ ധ്വജസ്തംഭം ശൂന്യമായി നിൽക്കുന്നു പോന്നു. പക്ഷേ ദേവദത്തൻ എന്നൊരു ചെറുകുട്ടിയുടെ ഹൃദയത്തിൽ അതൊരു സ്വപ്നമായിരുന്നു. ദേവദത്തനെ കണ്ട അവിടുത്തെ പൂജാരി അവനോട് പറഞ്ഞു, ദേവദത്ത, ഈ വർഷം ധർമ്മധ്വജം ഉയർത്തേണ്ടത് നീയാണ്. ധർമ്മത്തിനായി ധൈര്യമുള്ള ഹൃദയമുണ്ടെങ്കിൽ പ്രായം ഒരു കാര്യമല്ല. കേസരി നിറത്തിലുള്ള ആ പതാകയെ ദേവദത്തൻ കയ്യിലെടുത്തപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന പോലെ തോന്നി, ധർമ്മത്തിന്റെ സ്പന്ദനം പോലെ. അങ്ങനെ അവിടെ ഉത്സവദിനമെത്തിയപ്പോൾ ആ മുഴുവൻ ഗ്രാമവും ദേവദത്തനെ നോക്കി നിന്നു. അവൻ പതുക്കെ ഉയരത്തിലേക്ക് കയറുമ്പോൾ അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം, ധർമ്മം ഉയരട്ടെ. പതാക പാറുന്ന നിമിഷം ഗ്രാമം മുഴുവൻ പ്രകാശിച്ചു. ആ തിരമാല പോലെ പരന്നത് ദൈവിക സാന്നിധ്യം. ധർമ്മധ്വജം ഉയർത്തിയത് ഒരു പതാകയല്ല, ഒരു സത്യവും ഒരു ധൈര്യവും ഒരു പ്രകാശവുമായിരുന്നു. ധർമ്മധ്വജം, ധർമ്മം ഹൃദയത്തിലുയരുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന പതാക. ധർമ്മത്തിന്റെ ജ്വാല വീണ്ടും ഉയർന്നു നിൽക്കട്ടെ. ഇന്നലെ ധർമ്മധ്വജം ഉയർത്തി രാജ്യം മുഴുവൻ അഭിമാനത്തോടെ നിറച്ച നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് പ്രണാമങ്ങളും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും.